ഹലോ ഫ്രണ്ട്സ്, സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓൾറെഡി ഒരു 3-4 ഡേയ്സ് ആയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CAT 2024 ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. സെപ്റ്റംബർ 13 വരെ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ള, ഞാൻ എന്തായാലും ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ എങ്ങനെയാണ് CATൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടത് അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും ഉണ്ട്. ഞാൻ കുറച്ച് എസെൻഷ്യൽ കാര്യങ്ങൾ, അതായത് എനിക്ക് കഴിഞ്ഞ വർഷത്തെ പല ആസ്പിറൻസിനും പറ്റിയ കുറച്ച് ബുദ്ധിമുട്ടുകളും അവർ ചെയ്ത കുറച്ച് മിസ്റ്റേക്സും വെച്ചിട്ടുള്ള കുറച്ച് ഇൻപുട്സ് ഞാൻ തരാം. സോ ശ്രദ്ധിച്ച് കേൾക്കുക. സെപ്റ്റംബർ 13 വരെയാണ് ഡെഡ് ലൈൻ. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഓഗസ്റ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഇതാണ് ആദ്യത്തെ കാര്യം. സമയത്തിന് അപ്ലൈ ചെയ്യുക. അവസാനം ഈ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് ഷീറ്റ് ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, പക്ഷേ അത് മാൻഡേറ്ററി ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആദ്യമേ അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു ഓഗസ്റ്റിൽ തന്നെ ഇത് ഫില്ല് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തത്, കാറ്റഗറി സ്റ്റുഡൻസിൻ്റെ നിന്ന് വരുന്ന ഒരുപാട് വലിയൊരു ഡൗട്ടാണ്, എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടും? NCOB, CWS, SC, ST സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എങ്ങനെ കിട്ടും? എൻ്റെ അടുത്ത് ഇന്ന് ഒരാൾ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ഞാൻ 2-3 ദിവസം എടുത്തിട്ടേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചത്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ജനറൽ കൊടുത്തിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യട്ടെ എന്ന്. വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ കാറ്റഗറീസിനും അതിൻ്റേതായ ഒരുപാട് വലിയൊരു ഹ്യൂജ് അഡ്വാൻറ്റേജ് സിസ്റ്റത്തിലുണ്ട്, CAT എന്ന് പറയുന്ന സിസ്റ്റത്തിൽ. അപ്പോൾ അത്രയും വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമായിരിക്കും. സോ ഇഫ് യു ആർ എലിജിബിൾ ഫോർ എനി ഓഫ് ദി കാറ്റഗറീസ് റിസർവേഷൻസ്, ദെൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. ഇൻ കേസ് അത് കിട്ടാൻ ഒരുപാട് വൈകുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CATൻ്റെ വെബ്സൈറ്റിൽ പോയാൽ യു ക്യാൻ ഡൗൺലോഡ് എ സെൽഫ് അഫിഡവിറ്റ്. ഞാൻ ഇപ്പം NCOBC തന്നെയാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ തന്നെ ഒരു ഫോർമാറ്റിൽ സൈൻ ചെയ്ത് കൊടുത്താൽ ബൈ ദി ടൈം യു ഗോ ഫോർ ഇൻ്റർവ്യൂസ്, ആ സമയമാകുമ്പോഴും നിങ്ങൾക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ വലിയൊരു ഡൗട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ, സപ്ലി ഉള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള ഒരു കേസസിലാണ്. സോ ഇങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഫോം നോക്കുക. ആപ്ലിക്കേഷൻ ഫോമിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ബാച്ചിലേഴ്സ് എന്നുള്ളത്. അത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ അതില്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ രേഖകളുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഇപ്പോഴും ബാച്ചിലേഴ്സ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു അപ്ലോഡ് ഇതുവരെ കിട്ടിയ റിസൾട്ട്സ്. സപ്ലി ഉള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ സപ്ലി ഉള്ളവർക്ക് ഇത്ര ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ഇപ്പോൾ KTUവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു F കിട്ടിക്കഴിഞ്ഞാൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അത് 4 GPA ആയിട്ടാണ് 10ൽ കണക്കാക്കുക. സോ അങ്ങനെയുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ആ കാൽക്കുലേഷൻ വെച്ച് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുക. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറൽ OBCക്ക് പകരം ജനറൽ അല്ലെങ്കിൽ SCക്ക് പകരം ജനറലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് കൊടുത്തിട്ട് അത് നിങ്ങൾക്കൊരു ജനുവരി ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മേജർ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഫൈനൽ ഇയറിലാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ മാർക്ക് പിന്നെ മാറില്ലേ, അങ്ങനെ ഉള്ളതൊന്നും നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇപ്പോഴുള്ള അവൈലബിൾ ഡാറ്റ വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഇൻഫർമേഷനാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, കോഴ്സ് സെലക്ഷൻ. കഴിഞ്ഞ വർഷം ഒരുപാട് പേര് മണ്ടത്തരം കാണിച്ചതാണ്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പം വിചാരിക്കും, ഞാൻ IIM ജമ്മു കിട്ടിയാൽ പോവില്ല, ഞാൻ IIM ബോധ്ഗയ കിട്ടിയാൽ പോവില്ല, അവിടെ പോവില്ല, ഇവിടെ പോവില്ല എന്ന്. എല്ലാ കോഴ്സസും എല്ലാ കോളേജസും മാൻഡേറ്ററി ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. വൈ? ബിക്കോസ് ഒന്ന്, നിങ്ങളിനിപ്പോൾ അവിടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറാം. ചിലപ്പം CAT ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങളിപ്പം ബ്ലാക്ക് കിട്ടിയാലേ പോകുള്ളൂ ഈജിക്കുന്നുണ്ടാവും. ആ സമയത്ത് യു മൈ തിങ്ക് ദാറ്റ് ഈവൻ എ ന്യൂ IIM വർക്ക്സ്. സോ ആ സമയത്ത് പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ദാറ്റ്സ് വൺ. സെക്കൻഡ് ഈസ് റിഗാർഡിങ് ഏതൊക്കെ കോഴ്സസ്, ഇപ്പോൾ ഫെലോ പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എല്ലാ കോഴ്സസും കൊടുക്കുക. പല കോഴ്സ്, ഇപ്പം IIM ലക്നോയുടെ അഗ്രി ബിസിനസ് എനിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതും ടിക്ക് കൊടുക്കുക. വൈ? ബിക്കോസ് ആ സമയമാകുമ്പോഴത്തേക്കും യു ക്യാൻ അറ്റ്ലീസ്റ്റ്, ഈവൻ ഇഫ് യു ആർ നോട്ട് ജോയിനിങ്, യു ക്യാൻ അറ്റ്ലീസ്റ്റ് സേ ദാറ്റ് ഐ ഗോട്ട് കോൾസ് ഫ്രം ദീസ് മെനി IIMs, ഐ കൺവേർട്ടഡ് ദീസ് മെനി IIMs. IIM അഹമ്മദാബാദിൻ്റെ PGP ആയിരിക്കില്ല, ചിലപ്പം അവരുടെ അഗ്രി ബിസിനസ് പ്രോഗ്രാം ആയിരിക്കാം, പക്ഷേ യു ഗോട്ട് എ കോൾ ഫ്രം IIM അഹമ്മദാബാദ്. ഇറ്റ് ടോക്സ് എ ലോട്ട് അബൌട്ട് യുവർ ക്രെഡൻഷ്യൽസ് ആസ് വെൽ. സോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മിസ് ചെയ്യാതിരിക്കുക. വർക്ക് എക്സ്പീരിയൻസിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും ഫുൾ ടൈം ആയിട്ട് നിങ്ങളൊരു സ്റ്റാർട്ടപ്പിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത് കൂട്ടില്ല, പഠിച്ചതിന് ശേഷം ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം UG കഴിഞ്ഞതിന് ശേഷമുള്ള ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ കൗണ്ട് ചെയ്യുക. സോ അതും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്ര പ്രോഗ്രാം സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് പൈസയ്ക്ക് ഒരു എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം സെലക്ട് ചെയ്യുക. 100% നിങ്ങൾ എലിജിബിലിറ്റി ഉള്ള എല്ലാം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം, നിങ്ങൾ കാറ്റിന് അപ്ലൈ ചെയ്യുന്നതോടുകൂടി യു വിൽ ബി പാർട്ട് ഓഫ് പിന്നെ ഈ IIMസിനൊന്നും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചില പ്രോഗ്രാംസ് ഒക്കെ ചില IIMസിൽ എക്സ്ട്രാ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഇപ്പോഴല്ല, നിങ്ങളുടെ കാറ്റൊക്കെ കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്ന് ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴാണ് അത് ചെയ്യേണ്ടത്. ആസ് ഓഫ് നൗ ഓൾമോസ്റ്റ് 21 IIMസിലും നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പം എല്ലാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു സംഭവം. ഇനി നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളുടെ വേറൊരു പ്രശ്നം, ഈ സ്റ്റേറ്റ് സിലബസിൽ പോയ ആൾക്കാർക്ക് പരീക്ഷാ ഭവനിൽ നിന്ന് മാർക്ക് ഷീറ്റ് എടുക്കേണ്ടി വരും. നിങ്ങളൊരു ഓഗസ്റ്റ് അവസാനം വരെ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ, ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ചെയ്ത് തുടങ്ങിക്കോന്ന്. അത് കിട്ടിയ ആൾക്കാർ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഇല്ലാത്ത ആൾക്കാർക്ക് അവസാനം നമുക്കൊരു 95% എന്ന് വല്ല വിട്ടിട്ട് കൊടുക്കാം. പക്ഷേ മാക്സിമം ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നോക്കുക, കാരണം അത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്റ്റേറ്റ് സിലബസിൽ 10th മാർക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാർക്കായിട്ട് കിട്ടില്ല, ഗ്രേഡ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ഇൻപുട്ട് ചെയ്യേണ്ടി വരും. സോ ആ ഒരു സംഭവം ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി കണക്കാക്കി ചെയ്യുക. സോ ഇത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ കാറ്റഗറി ഒന്നും മാറ്റി ചെയ്യരുത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇത്രയും പൈസ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളതല്ലാതെ ഓരോ ഓപ്ഷനും ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി അഡ്വാൻറ്റേജ് കിട്ടില്ല. പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ഓരോ സ്റ്റെപ്പിലും നല്ല രീതിയിൽ വായിച്ചു, ഒരു അത്യാവശ്യം ഒരു ആളെയും കൂടെ സൈഡിൽ വിളിച്ചിരുത്തിയിട്ട് അവരുടെ അടുത്തും കൂടെ പ്രൂഫ് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുക. ഇത്ര അധികം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിക്കൊണ്ട് ഡോണ്ട് ruin it. So that's all from my side. Thanks a lot for watching the video. Bye bye.